ആശാവർക്കർമാരായിട്ടുള്ള സഹോദരിമാരോട് ഗവൺമെൻറ്റിന് വളരെ അനുഭാവമായ സമീപനമാണുള്ളത്. അതുകൊണ്ടാണല്ലോ പല സംസ്ഥാനങ്ങളിലും 1000-ഉം 1200-ഉം 1400-ഉം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് നമ്മൾ അവർക്ക് സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരുടെ ആനുകൂല്യം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടാതിരുന്നിട്ടും നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തീരെ കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ കേരളത്തിൽ അങ്ങനല്ല. അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 2 കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബഡ്ജറ്റിന് മുമ്പായി നടന്ന ചർച്ചയുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് വിളിക്കാറുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി. ആ 2 മീറ്റിങ്ങിലും കേരളം സ്കീം വർക്കേഴ്സ് അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. അപ്പോൾ അതിൻ്റെ ശമ്പളമല്ല അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം, അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്ത കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത കത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അതുണ്ട്. അതാണ് വസ്തുത എന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെല്ലാം അറിയുന്ന ആളുകൾക്ക് ഈ വസ്തുതകൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആശാ വർക്കേഴ്സായിട്ടുള്ള ആ സഹോദരിമാരോട് നമുക്ക് വളരെ അനുഭവമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞ പല ആവശ്യങ്ങളും ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങൾക്ക് ഒരു സംഘടനയല്ല, പല സംഘടനകളുണ്ട്, അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.